വിദ്യാസാഗർ ഗുരുമൂർത്തി കൂടി ചേരുന്നുണ്ട് വിഷയത്തിൽ പ്രതികരിക്കാൻ. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, താങ്കൾ ഇന്നലെ രാത്രി മുതൽ ഈ വാർത്തയും ഇതിൻ്റെ ചർച്ചകളും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പോലീസ് വല്ലാതെ പോലീസിൻ്റെ ഇടപെടൽ കാരണം തൃശ്ശൂർ പൂരം ചരിത്രത്തിൽ ആദ്യമായി ചടങ്ങുകൾ അവസാനിപ്പിച്ച് ചടങ്ങുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്തിരിയേണ്ട സാഹചര്യത്തിലേക്ക്, പ്രതിഷേധം അറിയിക്കേണ്ട സാഹചര്യത്തിലേക്ക് ദേവസ്വം എത്തിയിരിക്കുന്നത്. അതൊന്ന്. രണ്ട്, ഈ വടക്കുംനാഥൻ്റെ പ്രദക്ഷിണ വീതി എന്നത് ഭക്തരെ സംബന്ധിച്ച് ആചാരപരമായി ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ പാദരക്ഷകൾ ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റാളുകളോ കയറാൻ പാടില്ല എന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചാലും ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശവും ഉത്തരവും ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച അത് തൃശ്ശൂർ പൂരത്തിൻ്റെ മൊത്തത്തിലുള്ള നടത്തിപ്പിനെയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഭംഗിയെയും അതിൻ്റെ ആ പ്രത്യേകതയും ഒക്കെ അലങ്കോലപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കും. ഇത് ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വീഴ്ചകളാണെന്ന് മാത്രം കാണാൻ സാധിക്കുമോ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി? ഒരു കാരണവശാലും അറിവില്ലായ്മയല്ല, മനഃപൂർവ്വം നമ്മുടെ ആചാരങ്ങളെ നിന്ദിക്കാനും ക്ഷേത്രം ഭൂമിയെ കളങ്കിതമാക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരം ചില ശക്തികളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ജനസഞ്ചയം ഒരുമിച്ച് മതജാതി ഭേദമില്ലാതെ ഹിന്ദുക്കളുടെ ക്ഷേത്രോത്സവമാണിതെങ്കിലും മതജാതി ഭേദമില്ലാതെ കുടമാറ്റം കാണാനും വെടിക്കെട്ട് കാണാനും പൂരത്തിൽ പങ്കെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിറയെ ആളുകൾ ലോകം മുഴുവൻ നിന്നും വരികയും ഉറ്റുനോക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്സവമാണ്. ഇത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ആനയുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ വെടിക്കെട്ടിന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ജനസഞ്ചയത്തെ തടഞ്ഞുകൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കാരണം ഓരോ കാലയളവിലും കഴിഞ്ഞ 10 വർഷം വിശേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെയധികം കൂടുതലാണ്. ഇപ്പോ ഇന്നലെ നടന്ന എന്താണ്, ഇന്നലെ ശരിക്കും എന്താണ് ഈ ഇടത് സർക്കാരിനെ പ്രകോപിപ്പിച്ചിരിക്കുകയെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ വിസിബിൾ ആയ ഒരു റീസൺ എന്ന് പറയുന്നത്, കുടമാറ്റത്തിന്റെ സമയത്ത് അയോധ്യയിലെ രാമചന്ദ്രസ്വാമിയെ ആ രാംലല്ലയുടെ വീര കഥകളെ ഒക്കെ ഡിപ്പിക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അവിടെ വരികയും അത് അങ്ങേയറ്റം ഇവിടുത്തെ ഈ ഇടത് സിസ്റ്റത്തിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ളൊരു പ്രകോപനം അതിനെങ്ങനെ തിരിച്ചടി കൊടുക്കാമെന്ന് ചിന്തിച്ച് കരുതിക്കൂട്ടിയാണ് ഈ പോലീസ് എന്ന് പറയുന്ന പോലീസിങ്ങിന്റെ മാന്യതയും പോലീസിങ്ങിന്റെ ആ ഒരു എന്താ പറയാ ഒരു ജെന്റിൽമെൻ അപ്രോച്ച് എല്ലാം തന്നെയും പോയിട്ട് വർഷങ്ങളായി. ഇപ്പൊ പോലീസ് എന്ന് പറയുന്നത് ഏതോ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വെറും ഏജൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഗൂൺസ് ആയിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന പോലെ അനുഭവം പൊതുജനങ്ങൾക്കുണ്ട്. അപ്പോ ക്ഷേത്രത്തിനകത്ത് പൂരസമയത്ത് മാത്രമല്ല ഒരു സമയത്തും അല്ലെങ്കിൽ പാദരക്ഷകൾ അല്ലെങ്കിൽ ഷൂസ് ധരിച്ചുകൊണ്ട് കയറാൻ പാടുള്ളതല്ല. ഇത് സുവിദിതമായ കാര്യമാണ്. എന്നിട്ടും അത് ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ ഹിന്ദു ജനസാമാന്യത്തിന്റെ ഭണ്ഡാരത്തിൽ നിറയുന്ന പണം മാത്രം മതി ഹിന്ദുക്കളുടെ ദേവതകളോടോ ആരാധനാ സമ്പ്രദായത്തോടോ ഞങ്ങൾക്ക് തികഞ്ഞ പുച്ഛമാണ്, ഞങ്ങൾ അതിനെ നിന്ദിക്കും എന്ന് പറയുന്ന ഒരു വലിയ അപകടം പിടിച്ച സന്ദേശമാണ് പോലീസ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള പോലീസിങ്ങിന്റെ പാർശ്വഫലം എന്താണ്? നോക്കൂ, 2 തവണ ഇവിടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. ഈ 2 തവണ കൊണ്ട് ഒരു 2000 കൊല്ലം ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് നമുക്കുണ്ടായിരുന്നത്. തൃശ്ശൂർ പൂരം പോലെ ലോകം ഉറ്റുനോക്കുന്ന ഒരു എല്ലാവരും, എല്ലാ വിഭാഗം, ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിമും ഇനി വേണ്ട എല്ലാ തരം ആളുകളും വന്നു ചേർന്ന് ഉത്സവ ലഹരിയിൽ ആറാടുന്ന ഒരു വലിയ മനോഹരമായ മനുഷ്യന്റെ കൂട്ടായ്മയാണ്. പക്ഷെ ഇതൊരു മതേതര ഉത്സവമല്ല. ഇതെന്താണ് ശരിക്കും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്? വടക്കുംനാഥന്റെയും പാറമേക്കാവിൽ അമ്മയുടെയും ഒക്കെ ശിവശക്തികളുടെ സംഗമമാണ്. അതുപോലെ മനോഹരമായ ഒരു ക്ഷേത്രോത്സവമാണ്. ഇത് തൃശ്ശൂരിനെ ലോകത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറ്റവും പ്രസക്തമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. അതിനെ കളങ്കപ്പെടുത്തുക, നശിപ്പിക്കുക, മോശപ്പെടുത്തുക, രാഷ്ട്രീയ പകപോക്കൽ നടത്തുക. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പകപോക്കലാണ് നടന്നിരിക്കുന്നത്. അത് ഒന്നും അറിയാതെ വന്ന് നിൽക്കുന്ന ജനങ്ങളുടെ മേലെയാണ് ഈ കുതിര കയറ്റം. വല്ലാതെ മോശപ്പെട്ട അനുഭവമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇത് ഓരോ തവണയും ഇത് വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ ഹിന്ദു മതത്തിന്റെ ആരാധനാക്രമങ്ങളോടും ദേവതാ സങ്കല്പങ്ങളോടും ആചാര്യ സമൂഹത്തോടും ഒരു ബഹുമാനമില്ലാത്ത നിന്ദിക്കുന്ന വിഭാഗത്തെ വീണ്ടും ജയിപ്പിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രത്യാഘാതമാണിത്. ഇത് നമ്മളിൽ പലരും തന്നെ ചോദിച്ചു വാങ്ങിയതാണെന്ന് വേണം ഇപ്പോൾ കരുതാൻ. തീർച്ചയായും ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, താങ്കൾ ഒരു 5 വർഷം പിന്നിലേക്ക് പോയാൽ 2018 ശബരിമല കലുഷിതമായിരുന്ന സമയത്ത് പോലീസ് ഒരു സർക്കുലർ പുറത്തിറക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയ സർക്കുലറിൽ ശബരിമല അതിന് മുൻപുണ്ടായിരുന്ന പോലീസിൻ്റെ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായി ബൂട്ടും അവരുടെ ഷീൽഡും ജാക്കറ്റും എല്ലാം മുഴുവൻ സമയം വേണമെന്നൊരു ഉത്തരവിറക്കിയത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അങ്ങനെ
മാത്രമല്ല ശബരിമലയിൽ പരസ്പരം സ്വാമി എന്ന അയ്യപ്പൻ എന്ന് അഭിസംബോധന ചെയ്തിരുന്നത് പാടില്ല എന്ന് സർക്കുലർ ഇറക്കിയ ഒരു പോലീസിൻ്റെ ചരിത്രം അതിവിദൂരമല്ല, 5 വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇത് കരുതിക്കൂട്ടി അല്ലെങ്കിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം ഇടപെടലുകൾ, പോലീസിൻ്റെ ഒരു മാറ്റമെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആരോപണങ്ങൾ ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചാൽ അതിന് തെറ്റെന്ന് പറയാൻ കഴിയില്ലല്ലോ. അല്ല, തെറ്റെന്നൊക്കെ പറയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം അങ്ങ് പറഞ്ഞതുപോലെ മുൻപ് പല കാലയളവിലും പോലീസിനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന, ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്ന, നിന്ദിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ശബരിമല കാലത്തെ കാര്യം എനിക്ക് വളരെ നേരിട്ടറിയാവുന്നതാണ്. ഓരോ ദിവസവും ആ സമയത്ത് ഭക്തരെ പ്രകോപിപ്പിക്കാനും വേദനിപ്പിക്കാനും വേണ്ടി ദൂരെ നിന്ന് നടന്ന് തളർന്നു വരുന്ന അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും ഒന്ന് വിരിവിക്കാനോ വിശ്രമിക്കാനോ സമ്മതിക്കാതെ അവിടെ മുഴുവൻ വെള്ളം തളിച്ച് നനച്ചു വെച്ചിരുന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഹിന്ദുക്കൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെ പോലെ കഴിയുന്ന, യാതൊരു അവകാശവും ഇല്ലാതെ കഴിയുന്ന ഒരു വല്ലാത്ത ഒരു ജനാധിപത്യത്തിന്റെ കോമാളി വേഷമാണ് പിണറായി വിജയന്റെ സർക്കാർ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അവർ നമ്മളെ നോക്കി പല്ലിളിച്ച് കാട്ടുകയാണ്. ഒരു ക്ലൗണിഷ് ഗ്രിന്നാണ് അദ്ദേഹം ഹിന്ദുക്കളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വരാറുള്ളത് പലപ്പോഴും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ശബരിമലയിൽ ഭക്തർക്ക് ആർക്കും വേണ്ടാത്ത ഒരു വിധി വന്നപ്പോൾ നമ്മളവിടെ യുവതികൾ കയറുന്നതിന് തടയുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ആളുകൾ ചൊവ്വയിലേക്ക് വരെ പോകാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതര സമുദായങ്ങളോട്, ഇതര സമൂഹങ്ങളോട് ഇദ്ദേഹം അവരുടെ മതകാര്യങ്ങൾ ഇടപെട്ട് അഭിപ്രായം പറയാത്ത നിരീശ്വരവാദി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് എന്ത് അധികാരമുണ്ട് ഹിന്ദുക്കളുടെ ആചാരക്രമങ്ങളെ മാറ്റിമറിക്കാൻ? ഇങ്ങനെ ഓരോന്നെടുത്താലും ഓരോ ക്ഷേത്രത്തെയും മെത്തോഡിക്കലായിട്ട് നശിപ്പിച്ചു കൊണ്ടുവരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭക്തന്മാരുടെ കഴുത്തിന് പിടിച്ച് തള്ളിക്കുന്നൊക്കെ നമ്മൾ കണ്ടല്ലോ ശബരിമലയിൽ. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ഈ CITU ചുമട്ടു തൊഴിലാളികളുടെ സംസ്കാരം പോലീസിലേക്കും, ചുമട്ടു തൊഴിലാളികളെല്ലാം മോശം എന്നല്ല, CITUവിന്റെ ഒരു ഗൂണ്ടായുസം നമ്മൾ കേരളത്തിൽ അനുഭവിക്കുന്നതാണല്ലോ. എന്ത് തരത്തിലാണ് അവര് നോക്കുകൂലി വരെ പിരിക്കുന്നത്, എങ്ങനെയാണ് അവർ പൊതുജനങ്ങളോട് ഇടപെടുന്നതെന്നൊക്കെ CITUവിന്റെ ഒരു സംസ്കാരം നമ്മൾ കണ്ടതാണ് പലപ്പോഴും. ആ ഗൂണ്ടായുസം പോലീസിലേക്കും, പോലീസിനകത്തും CITU പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടെന്ന തെളിവാണിത്. അത് ശബരിമല കാലത്തും അതിന് മുൻപും പിൻപും ഇപ്പോഴും അതാണ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രകോപനപരമായ നടപടികളാണ്, ഇതെല്ലാം ആസൂത്രിതമാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട്, രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. ഇന്നലെയോ മറ്റോ അവിടെ തൃശ്ശൂരെ പിന്നെ ഇടത് സ്ഥാനാർത്ഥിയോട് ഇംഗ്ലീഷിലെ ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കിടന്നിട്ട് 300 കുട്ടിക്കാരനാണ് പറഞ്ഞത്. ഇയാളൊക്കെ പിന്നെ അവിടെ പോയി പാർലമെന്റിൽ പോയിട്ട് എന്താണ് പറയാൻ പോകുന്നത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്തരക്കാർക്ക് ആകെ കൈമുതലായിട്ടുള്ളത് തിണ്ണക്കും പിന്നെ അധികാര പ്രമത്തതയും ഗൂണ്ടായുസവും മാത്രമാണ്. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചമോ അല്ലെങ്കിൽ സാംസ്കാരികമായ ഔന്നത്യമോ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ബിന്ദുക്കളോടുള്ള ബഹുമാനമോ ഒന്നുമില്ലാത്ത കുറെ എണ്ണത്തിന് കെട്ടുകാഴ്ചയായിട്ട് എന്തിനാണ് കേരള ജനത പിന്നെ ഇലക്ഷനിൽ ജയിപ്പിച്ചു വിടുന്നതെന്ന് നമ്മൾ തന്നെ ഉത്തരം പറയേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇഫ് യു ഡോണ്ട് ആൻസർ ഇറ്റ് നൗ, ഇവർ ഇതേ കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിക്കുകയും നമ്മെ അപമാനിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇന്നലെ പൂരവുമായി ബന്ധപ്പെട്ട പൂരത്തിൻ്റെ ദൃശ്യങ്ങൾ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. നിറഞ്ഞു നിൽക്കുന്ന CPM നേതാക്കൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളൊപ്പം MLAയും മന്ത്രിയും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എല്ലാ ഫ്രെയിമിലും. എന്നാൽ രാത്രിയിൽ ഈ പൂരവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ ഒരു ഇടപെടൽ നടത്താൻ ആരും ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞത് മറ്റാരും BJP നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളോ ആരുമല്ല ഇത് പറഞ്ഞത് അവിടുത്തെ പറമേക്കാവ് തിരുവമ്പാടി ദേവസ്വമാണ് പറഞ്ഞത്. ഇത് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ല. പോലീസിൻ്റെ ഈ ധാർഷ്ട്യം തുറന്നു കാട്ടാൻ പോലീസ് ഈ നടത്തിയ നിയന്ത്രണം അത് അപ്രായോഗികമാണെന്ന് പറയാൻ തങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല. അവിടെ ആകെ അവർക്ക് അല്പമെങ്കിലും പ്രതീക്ഷ നൽകിയത് അവർക്ക് പിന്തുണമായി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതൃനിര അവിടേക്ക് എത്തുന്നു. അവരോട് മാത്രമാണ് എന്തെങ്കിലും ആശയവിനിമയം നടത്താൻ സാധിച്ചത്. മന്ത്രിയോടോ അല്ലെങ്കിൽ കളക്ടറോടോ സംസാരിക്കാൻ കഴിയുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ആരോട് പറയണമെന്നറിയില്ല. അപ്പോൾ തൃശ്ശൂർ പൂരം പോലെ ഇത്ര കൊട്ടിക്കോൾ സർക്കാരിൻ്റെ വലിയ നേട്ടമായാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ സർക്കാർ കാണിക്കുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന ഇത്ര വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയെ, ഒരു ക്ഷേത്ര ഉത്സവത്തെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോൾ ജില്ലാ കളക്ടറോടോ അല്ലെങ്കിൽ സ്ഥലം MLAയോടോ മന്ത്രിയോടോ പോലും അതിൻ്റെ നടത്തിപ്പുകാർക്ക് ആ പ്രതിസന്ധി പറയാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു തൃശ്ശൂരിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീമാൻ സുരേഷ് ഗോപി ഇപ്പോൾ എന്ത് വിഷയത്തിൽ ഇടപെട്ടാലും സോഷ്യൽ മീഡിയയിലും മറ്റും പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഇദ്ദേഹം ഇലക്ഷന് വേണ്ടി ചെയ്യുന്നതാണെന്ന്. ആയിക്കോട്ടെ, എന്നാൽ പോലും നമുക്കൊരു കാര്യം, ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന് രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? സുരേഷ് ഗോപി ഇടപെടുന്ന പല പ്രശ്നങ്ങളും ജനങ്ങളിൽ നീറുന്ന പ്രശ്നങ്ങളാണ്. അതേ സമയത്ത് ഇവരുടെ രാഷ്ട്രീയ കക്ഷിയിലെ ആളുകൾ എന്ത് ചെയ്യുകയാണ്? അവരെന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഈ കാരുണ്യത്തിന്റെ പേരിൽ ഒരു മത്സരം വെക്കുന്നില്ല?
അവർ രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിയോട് ജനകീയ പ്രശ്നങ്ങളും മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങളും ഇടപെടാൻ സുരേഷ് ഗോപി മത്സരിക്കാൻ അവരും തയ്യാറാവട്ടെ. അതിനൊന്നും തയ്യാറാവുന്നില്ല. രാഷ്ട്രീയ അടിമകളായിട്ട് പാർട്ടിയെ ആജ്ഞാപിക്കുന്നിടത്ത് ഇരിക്കുകയും നിൽക്കുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിക്കുരങ്ങന്മാരെ മാറുന്ന ഈ ഇടതു വലത് കക്ഷികളുടെ നേതാക്കൾ ആരും തന്നെ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപി എത്തിപ്പെടുകയും അദ്ദേഹം സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയെ മാനിക്കാത്ത ഈ ജനത എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ വലിയൊരു ജനസഞ്ചയം വരുന്ന സ്ഥലത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഇടപെടാൻ ഒരു വോയിസ് അവിടെ വേണ്ടേ? ഇടപെടാൻ വേണ്ടി ശക്തമായ ഒരാളവിടെ വേണ്ടേ? ആ ഒരു ആളുടെ അഭാവം സുരേഷ് ഗോപി നികത്തിയെങ്കിൽ സുരേഷ് ഗോപിയെ തന്നെയാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതെന്നാണ് എന്റെ ധർമ്മബോധം പറയുന്നത്. എന്റെ മോറൽ പ്രിൻസിപ്പിൾസിനോട് പറയുന്നതാണ്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. ആരാണോ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരുടെ നീറുന്ന വിഷയങ്ങളിൽ കാരുണ്യത്തോടെ ഇടപെടുന്നത് അയാൾ തന്നെയാണ് ജയിക്കേണ്ടത്. മിനിമം അദ്ദേഹത്തിന് ഒരു മെറിറ്റ് ഉണ്ടായിരിക്കണം. അത് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വ്യാവഹാരിക ഭാഷകളിൽ ഹിന്ദി ആണെങ്കിലും മലയാളമാണെങ്കിലും ആംഗലേയമാണെങ്കിലും അറിവുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏത് യാഷ്ടിക്ക് വെച്ച് നോക്കിയാലും സുരേഷ് ഗോപി മുന്നിൽ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സുരേഷ് ഗോപിക്ക് ഉള്ള ഗുണങ്ങൾ ഇല്ലെന്ന് പറഞ്ഞുണ്ടാക്കേണ്ട എന്താണ് മെച്ചം? നമുക്ക് ഏതെങ്കിലും ഒരു മരവാഴയെ അല്ലെങ്കിൽ ഒരു മരപ്പൊട്ടനെ നമ്മൾ MP എന്നതിന് ഷോർട്ട് ഫോം ഒക്കെ പറഞ്ഞു വിടേണ്ടി വരില്ലേ? നമുക്ക് വേണ്ടത് സുരേഷ് ഗോപിയെ പോലെ തന്നെയുള്ള ആളുകളാണ് എല്ലാ മണ്ഡലങ്ങളിലും അഭിപ്രായപ്പെടുന്ന ആളാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ ലോക്സഭ ഇലക്ഷന്റെ മണ്ഡലത്തിലെല്ലാം സുരേഷ് ഗോപിയെ പോലെ ഉള്ള ആളുകൾ, അതായത് അറിവും വിദ്യാഭ്യാസവും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള കാരുണ്യമുള്ള ഒരു മനസ്സുമുള്ള ആൾക്കാർ തന്നെയാണ് ജയിക്കുക. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പാർട്ടി പോളിറ്റിക്സ്. ഞാൻ രാഷ്ട്രീയം പറയല്ല. അതായത് ഇങ്ങനെയുള്ള മെറിറ്റ് ബേസ് ആയിട്ടുള്ള ആളുകൾ ജയിച്ചു വരണം. അവിടെയും മതവും മറ്റു കാര്യങ്ങളും വിഷയമാക്കുന്നവർക്കാണ് സത്യത്തിൽ ദുഷ്ടലാക്കുള്ളത്. ഇവിടെ ഇന്നലെ നടന്നിരിക്കുന്നത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി രാമചന്ദ്രസ്വാമിയെ അവിടെ പ്രദർശിപ്പിച്ചതിന്റെ ഒരു പകവീട്ടലാണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. മൊത്തത്തിൽ ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കമാണ്. വളരെ നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പ്രതികരിച്ചു.